ഹലോ. അങ്ങനെ നമ്മൾ വീക്ക് 3 കടന്നിരിക്കുകയാണ്. വീക്ക് 1ഉം വീക്ക് 2ൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഒരുപാട് പേര് എൻ്റെ കൂടെ തന്നെ പഠിച്ചു വരുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത വീക്കിലേക്കുള്ള ഒരു ടാസ്ക്കാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഏതൊക്കെ സബ്ജക്റ്റുകൾ നോക്കണമെന്നും. അതിന് മുമ്പായിട്ട് PSC ഡിഗ്രി ലെവലിനും എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഒരു കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു കുറച്ച് പേരെ വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ 100 പേരിൽ കവിഞ്ഞതുകൊണ്ട് ഗ്രൂപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് നല്ല രീതിക്ക് കമ്പൈൻഡ് സ്റ്റഡി നടന്നു പോകുന്നുണ്ട്. ഇനി എപ്പോഴെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ, അതായത് KS കോഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഞാനിടും. അപ്പം അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിനകത്ത് തന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളുടെ PDF എല്ലാം അവൈലബിൾ ആണ്. ചാനലിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം അതിനകത്ത് ഒപ്പം വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ, ഈ ചാനൽ ഫോളോ ചെയ്തു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അനലിറ്റിക്സ് നോക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ കുറേ പേരുണ്ട്. അപ്പം അത് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു ലിങ്ക് ഇടുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇനി ആഡ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം കുറച്ചും കൂടെ കഴിഞ്ഞ് ഒത്തിരി പേരും കൂടെ ആകുമ്പോഴത്തേക്ക്, ഇതിനകത്ത് ഈ ഗ്രൂപ്പിലില്ലാത്ത കുറേ പേരും കൂടെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കുന്ന ഒരുപാട് പേര് ഇപ്പം നേരെ KSൻ്റെ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാമല്ലോ. PSCയുടെ മൊത്തത്തിലുള്ള പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു റാങ്ക് ഫയൽ പഠിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഒരു 100 ക്വസ്റ്റ്യൻസ് പഠിച്ചെന്ന് പറഞ്ഞോ നമുക്ക് ഒരു എക്സാം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എല്ലാ ചാപ്റ്ററും നല്ല ഡീപ്പായിട്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പം അത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോളോ ചെയ്ത് പോകുന്നത് കറക്റ്റ് ഓരോ ചാപ്റ്ററും ഡീപ്പായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീക്കിലേക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം എന്ന് നോക്കാം. ഓക്കെ. ഒരുപാട് സബ്ജക്റ്റുകൾ ആദ്യത്തെ ടൈം ടേബിളിൽ നിന്ന് 3ാമത്തെ ടൈം ടേബിളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാം. ആദ്യത്തെ ടൈം ടേബിളിൽ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളായിരുന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നു? കുറച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വലിച്ച് പഠിച്ചിട്ട് അവസാനം ഡ്രോപ്പ് ചെയ്ത് പോകേണ്ട ആ ഒരു അവസ്ഥയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം കുറച്ച് ടോപ്പിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ അങ്ങനെ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും ഒരു 50% പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സബ്ജക്റ്റുകളുടെ എണ്ണവും അതുപോലെ തന്നെ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ആ ഒരു കൗണ്ടും കൂട്ടുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇത് വലിയ ബേർഡനായിട്ടൊന്നും ആരും കരുതണ്ട. ഇതിപ്പം നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അടുത്ത വീക്കും കൂടെ എടുക്കുക. അതിൻ്റെ വീക്ക് എടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം വീക്ക് 4ലോട്ട് പോവാം. ഓക്കെ. ആ ഒരു രീതിക്കായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം വീഡിയോ നമ്മളുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് പഠിക്കുന്നതനുസരിച്ച് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. അപ്പം ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തവർ അതിൻ്റെ ടെസ്റ്റ് സീരീസ്, നമ്മളെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് എന്തുണ്ടാവും, ഈ ഇന്ത്യൻ പൊളിറ്റിയുടെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. സോ ഒരു 35 മാർക്കിൻ്റെ ടെസ്റ്റ് പേപ്പറാണ്. ആ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം ആ ഒരു ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് പേപ്പറും അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം 2ാമത്തെ ചാപ്റ്ററിലോട്ട് വരിക. ഓക്കെ. ഈ 2ാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് M ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ബുക്കാണ്. അതിൻ്റെ PDF നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അതെടുത്ത് നോക്കുക, അല്ലെങ്കിൽ വീഡിയോ നോക്കി പഠിക്കുക. അതിനകത്ത് ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു നോക്കിയിരുന്നത്. അത് കുറേ നമ്മൾ ഈ ഒരു എക്സാംസിന് നോക്കുന്ന കുറേ ആക്റ്റുകളുണ്ടല്ലോ, ആ ആക്റ്റുകളെല്ലാം നല്ലതുപോലെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതിൻ്റെ കാരണം. അതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 9th സ്റ്റാൻഡേർഡ് NCERTയുടെ 2ാമത്തെ ചാപ്റ്റർ ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. അത് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ 2nd ചാപ്റ്റർ പഠിച്ചു തുടങ്ങത്തുള്ളൂ. കാരണം അതിൻ്റെ ഒരു ബേസിക്സ് ഉണ്ടായിട്ട് ഈ ഒരു ചാപ്റ്റർ കുറച്ച് പഠിച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. 9th സ്റ്റാൻഡേർഡ് NCERTയുടെ ചാപ്റ്റർ 2 നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം,
ഇന്ത്യൻ പൊളിറ്റിയുടെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരിക. ഓക്കെ, ഇതിൻ്റെ വീഡിയോസ് എല്ലാം അപ്പോൾ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളതിൻ്റെ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ മതി. അടുത്ത നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ് ഇന്ത്യൻ എക്കണോമിയാണ്. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്കണോമിക്സിൻ്റെ ആ ഒരു ക്ലാസ്സസ് കുറച്ച് കൂടുതൽ പെട്ടെന്ന് ഇടാവോ, അവർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും, സോഴ്സസ് കുറവാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളൊരു ടൈം ടേബിൾ അനുസരിച്ചാണ് പഠിച്ചു പോകുന്നത്. ഇതിപ്പോൾ ആരും ഫോളോ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഞാൻ എക്കണോമിക്സിൻ്റെ ക്ലാസ് ഇടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് എൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എക്കണോമിക്സിൻ്റെ ക്ലാസ് ഇടാനായിട്ട് അങ്ങനെ അത് മാത്രമായിട്ട് ഇടാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് ആ ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുന്ന ബുക്ക് ഏതാണ്? രമേശ് സിംഗിൻ്റെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ബുക്കാണ്. അതിൻ്റെ PDF-ഉം ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചാപ്റ്റർ 2-ലോട്ട് വരിക. ചാപ്റ്റർ 2-ൻ്റെ പേരെന്ന് പറയുന്നത് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്. നല്ലൊരു ചാപ്റ്ററാണ്. അത് നമ്മൾ ഉടനെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. ആദ്യത്തെ വീക്കിലും രണ്ടാമത്തെ വീക്കിലും മൂന്നാമത്തെ വീക്കിലും ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ്. അത് നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് മനസ്സിലാവും എത്രമാത്രം വലിയ ചാപ്റ്ററാണ്, എത്രമാത്രം കാര്യങ്ങൾ അതിനകത്ത് ഒരുപാട് സബ് ടോപ്പിക്കുകളുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അപ്പം ഓരോ ടോപ്പിക്ക് ഒരു 14-15 മെയിൻ ടോപ്പിക്കുകളുണ്ട്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീക്കും കൂടെ ആകുമ്പോഴത്തേക്കും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ കൂടെ ഇത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആ ആദ്യത്തെ വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 26 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അത് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, അതായത് പൊളിറ്റിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് 80 ചാപ്റ്റേഴ്സൊക്കെ ആണുള്ളത്. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്ക് നിതിൻ സിംഗാനിയുടെയാണ്. അതും അതിനകത്ത് PDF അവൈലബിൾ ആണ്. അതിലെ ലാസ്റ്റ് 3 ടോപ്പിക്കാണ്. എന്തൊക്കെയാണ്? ആർക്കിടെക്ചർ ഇൻ മിഡീവൽ ഇന്ത്യയും ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറും മോഡേൺ ആർക്കിടെക്ചറുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ വട്ടം നോക്കാൻ പോകുന്നത്, ഈ ഒരു വീക്ക് 3-ൽ നോക്കാൻ പോകുന്നത്. ജോഗ്രഫിയുടെ ആദ്യത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തായിരുന്നു, രണ്ടാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തായിരുന്നു. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഫോളോ ചെയ്യുന്ന ബുക്ക് ഏതാണ്? 9th സ്റ്റാൻഡേർഡ് NCERT. 9th പഠിക്കണം, 10th പഠിക്കണം, 11th പഠിക്കണം, 12th പഠിക്കണം. ഓക്കെ, അത്ര NCERT പഠിച്ചു തീർന്നതിന് ശേഷം നമ്മൾ ജോഗ്രഫിയുടെ മാത്രമായിട്ടുള്ള ക്ലാസ്സസ്, അതായത് ആ ഒരു സിലബസിൽ കൊടുത്തിരിക്കുന്ന ഓരോ സബ് ടോപ്പിക്സ് വെച്ചിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം മലയാളം ഫസ്റ്റ് ലെസൺ ആദ്യത്തെ പാഠവും രണ്ടാമത്തെ പാഠവും കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് പേര് ഫോളോ ചെയ്ത് അടുത്തടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ, മലയാളം നമ്മൾ പഠിക്കുന്നത് വേറൊരു സിസ്റ്റമാറ്റിക് ഫോമിലാണ്. ഒരു പദശുദ്ധി എന്ന ടോപ്പിക് എടുത്ത് അങ്ങനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് പോവുകയല്ല. എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും കുറച്ച് ഓൾമോസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇത് ഞാൻ വീണ്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ വീണ്ടും റെപ്പിറ്റേഷനായിട്ട് തോന്നും. കാരണം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരുപാട് പേര് പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, ഇതും ആ ഒരു മലയാളം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ ഈ വീക്ക് 3-ലോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മളുടെ പഠിക്കുന്ന ടോപ്പിക്കുകൾ, കണ്ടൻറ്റുകൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. എന്താണ്? ഇതുവരെ നമ്മൾ ഇംഗ്ലീഷും സയൻസ് ആൻഡ് ടെക്നോളജിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം ഇനി മുതൽ എന്താണ്? ഇനി നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും പഠിച്ചു പോകുന്നുണ്ട്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയും പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഈ 9th-ലെയും 12th വരെയുള്ള NCERT സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓരോ സബ് ടോപ്പിക്സ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇംഗ്ലീഷും ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഓരോ സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് യൂസ് ചെയ്യുക. എല്ലാം കൂടെ ഒന്നിൽ പഠിച്ചു വെച്ചിരിക്കാതെ ഓരോ പേപ്പേഴ്സ്, ഒന്നെങ്കിൽ പേപ്പർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബുക്ക് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് കേരള ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം കേരള ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതിനകത്ത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ എന്താണ് പഠിക്കാനുള്ള ആ ഒരു സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരെണ്ണം ഇതിനകത്ത് മുമ്പിൽ പോകുന്ന ഒരു ചാപ്റ്റർ എലിമിനേറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്ക്, അടുത്ത വീക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് കേരള ഹിസ്റ്ററി ഇൻക്ലൂഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേണിൽ തന്നെ കറക്റ്റായിട്ട് പഠിച്ചു വരിക. ഇനി അതിൻ്റെയോടൊപ്പം തന്നെ 500 GK സീരീസ്
10,000 GK സീരീസിനകത്ത് നമ്മൾ 500 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 300 GK ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതും 10,000 GK സീരീസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അത് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ഈ വീക്കിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ്, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ന്യൂസ് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെലഗ്രാമിലൊക്കെ ഒരുപാട് ചാനൽസ് അവൈലബിൾ ആണ്, ആ ചാനലുകൾ യൂസ് ചെയ്തോ അല്ലെങ്കിൽ യൂട്യൂബിലും ചാനൽസ് അവൈലബിൾ ആണ്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്ത് കറണ്ട് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എണീറ്റ് തന്നെ പിള്ളേരെല്ലാം ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇനി പിന്നെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങളെ പിള്ളേരൊക്കെ പഠിച്ചൊരു വിധം ആയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.